സൂപ്പർ പ്രൈം ടൈം ചർച്ചയിലേക്ക് കടക്കുകയാണ്. ശ്രീ എം ടി രമേശ്, ഇന്നലെ താങ്കൾ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഇടനിലക്കാരനാകേണ്ട ഗവർണർ എന്ന. ഇന്ന് ശോഭാ സുരേന്ദ്രൻ അതിലുമപ്പുറം ഗവർണറോട് ഇറങ്ങിപ്പോകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗവർണർ ഇറങ്ങിപ്പോകുക എന്നത് BJP നിലപാടാണ്. ഗവർണർ മാറ്റണമെന്നോ ഗവർണർ രാജിവെക്കണമെന്നോ ഉള്ള അഭിപ്രായം BJPയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അങ്ങനെ അഭിപ്രായം BJP രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ കണ്ണൂരിലെ അക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവർണർ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നില്ല എന്ന പരാതി ഞങ്ങൾക്കുണ്ട്. ആ പരാതി നിയമപരമായി ഭരണഘടനക്കകത്ത് നിന്നുകൊണ്ട് ഗവർണറുടെ പദവിക്ക് യോജിക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്നുള്ള ഞങ്ങളുടെ പരാതി. എന്തൊക്കെ കാര്യങ്ങൾ ഗവർണർ ചെയ്യണമെന്നുള്ളതാണ് ബിജെപിയുടെ കൃത്യമായ ആവശ്യം. അദ്ദേഹം മുഖ്യമന്ത്രിയെ പേടിച്ചുകൊണ്ട് പിണറായിയെ പേടിക്കുന്ന വ്യക്തിയാണ് ഗവർണർ P. സദാശിവം എന്നാണ് ഇന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. അത് പാർട്ടിയുടെ നിലപാടാണോ എന്നതായിരുന്നു എന്റെ ആദ്യത്തെ ചോദ്യം. അത് ആ വാചകങ്ങൾ പാർട്ടി തള്ളിക്കളയുന്നു എന്നാണോ താങ്കളുടെ ആദ്യ വരിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഞാനത് കൃത്യമായിട്ട് പറഞ്ഞല്ലോ സ്മൃതി. സംസ്ഥാന ഗവർണറുടെ ആ പദവിയിൽ നിന്ന് മാറ്റണമെന്നോ സംസ്ഥാന ഗവർണർ രാജിവെച്ചു പോകണമോ എന്നുള്ള അഭിപ്രായം BJPക്കില്ല. മറിച്ചുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നിങ്ങളൊരു വൈകാരികമായ അഭിപ്രായ പ്രകടനമായിട്ട് കണ്ടാൽ മതി. പക്ഷേ അതേ സന്ദർഭത്തിൽ ഗവർണറുടെ നിലപാടുകൾ ഞങ്ങൾക്ക് ചില പ്രതിഷേധങ്ങളുണ്ട്. ആ പ്രതിഷേധങ്ങൾ ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രതിഷേധം എന്ന് പറയുന്നത് ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുക്കുന്നു, മുഖ്യമന്ത്രിയെ കാണുന്നു, പക്ഷേ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നീതി കിട്ടുന്നില്ല. നീതി കിട്ടാത്ത സമയത്താണ് ഞങ്ങൾ 3 പ്രാവശ്യം ഗവർണറെ കണ്ടു. ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഗവർണർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ചെയ്യാൻ പറ്റുന്ന കാര്യം കേരളത്തിലെ ലോ ആൻഡ് ഓർഡർ തകർന്നാൽ സ്വാഭാവികമായിട്ടും നിയമത്തിനും ഭരണഘടനക്കും അകത്തു നിന്നുകൊണ്ട് ഒരു ഗവർണർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടില്ല എന്നുള്ളത് ഞങ്ങളുടെ പരാതിയാണ്, ഞങ്ങളുടെ ഗ്രീവൻസ് ആണ്. ഗവർണർ എന്തൊക്കെ ചെയ്യണമെന്നുള്ളതാണ് BJP ആവശ്യപ്പെടുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന അതേ രീതിയിൽ തന്നെ ഗവർണർ ഓരോ കാര്യങ്ങളും ചെയ്യണമെന്നുള്ളതാണോ? നിങ്ങൾ ആദ്യം ഒരു കത്ത് നൽകിയിട്ടുണ്ട്. ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയോട് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്തവണ നൽകിയ കത്ത് കൂടുതൽ രൂക്ഷമായി തന്നെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. കൂടുതൽ വാചകങ്ങൾ കൃത്യമായി ഗവർണർ പറഞ്ഞിട്ടുണ്ട്. ശക്തമായ നടപടി എടുക്കേണ്ടതുണ്ട്, കൃത്യമായ നടപടി എടുക്കേണ്ടതുണ്ട് എന്ന് ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗവർണർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകരുത് എന്നാണോ ഇപ്പോൾ BJP പറയുന്നത്? അല്ല, ഞങ്ങൾ പറയും പോലെ ഗവർണർ പ്രവർത്തിക്കണം ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ ഗവർണർക്ക് പരാതി കൊടുത്തു. ആ പരാതി ഗവർണർ കൈകാര്യം ചെയ്തതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ആക്ഷേപമുണ്ടെങ്കിൽ പറയണ്ടേ? ഞങ്ങൾക്ക് ആക്ഷേപമുണ്ട്. ഞങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ പുറത്ത് പറയണ്ടേ? കേരള ഗവർണർ ഈ കാര്യത്തിൽ മുഴുവൻ ചെയ്തിട്ടില്ല. ഇപ്പം പിണറായി വിജയനോട് നടപടി സ്വീകരിക്കാൻ ആവശ്യപ്പെട്ടത് നല്ല കാര്യം. പക്ഷേ ഒരു ഗവർണർ എന്നുള്ള നിലക്ക് ഭരണഘടനക്കകത്തുകൊണ്ട് ഇനിയും കൂടുതൽ, കാരണം ലോ ആൻഡ് ഓർഡറിന്റെ തകർച്ചയാണ്. ഒരു സംസ്ഥാനത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് എന്നുള്ള നിലക്ക് ഭരണഘടനക്കകത്തും നിയമത്തിനും അകത്തു നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്ന പരാതി സമാധാന നില തകർന്നു എന്ന രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ ഈ കാര്യത്തെ കാണാൻ സാധിക്കും? കണ്ണൂരിലെ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് നിങ്ങൾ ആവർത്തിച്ച് പറയുന്നത് പട്ടാളത്തെ ഇറക്കണമെന്ന്. അതിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണോ അവിടെ AFSPA നടപ്പാക്കണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? അത് നിങ്ങൾ പറഞ്ഞാൽ പോരാ, ഗവർണറുടെ വാക്കുകളായി പറയണം. അതല്ലേ നിങ്ങളുടെ ആവശ്യം? അല്ല സ്മൃതി, നിങ്ങളെന്തിനാ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? ഞങ്ങളുടെ കാര്യം ഞങ്ങളല്ലേ പറയേണ്ടത്? ഞങ്ങൾ പറഞ്ഞത് കണ്ണൂരിൽ ക്രമസമാധാനം തകർന്നിരിക്കുന്നു. മുഖ്യമന്ത്രി നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തിയ ചർച്ചയ്ക്ക് ശേഷവും അവിടെ CPMകാർ, ആഭ്യന്തര വകുപ്പിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഒരു വിഭാഗം പോലീസുകാരുടെ സഹായത്തോടു കൂടി ഞങ്ങളുടെ പ്രവർത്തകന്മാരെ കൊല്ലുന്നു. പോലീസ് 100% പരാജയപ്പെട്ടിരിക്കുന്നു. പോലീസിന് അക്കമിട്ട് എണ്ണിക്കൊടുത്ത പരാതികളുടെ കോപ്പി ഞങ്ങൾ ആഭ്യന്തരമന്ത്രിക്ക്, മുഖ്യമന്ത്രി കൊടുത്തു. ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. അതുകൊണ്ട് പോലീസും ആഭ്യന്തര വകുപ്പും ഒരു സംസ്ഥാനത്ത് കണ്ണൂരിൽ പരാജയപ്പെട്ടിരിക്കുന്നു. BJPയുടെ ആവശ്യം ശ്രീ എം ടി രമേശ്, ഇതിപ്പോൾ ഞാൻ പറയുന്നതല്ലോ, ഇത് മാധ്യമങ്ങൾ പറയുന്നതല്ലോ. ഇന്നലെ രാജഗോപാൽ പറഞ്ഞതല്ലേ പട്ടാളത്തെ കൊണ്ടുവരണമെന്നുള്ളത്? അവിടെ പട്ടാളത്തിന്റെ ക്യാമ്പുണ്ട്, അതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമാണ് എന്ന് ഇന്നലെ രാജഗോപാൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ BJP എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും ഉറച്ചു നിൽക്കുന്നുണ്ടല്ലോ. കണ്ണൂരിൽ ഒരു പ്രദേശത്ത് ക്രമസമാധാനം ഉറപ്പുവരുത്തുന്നതിൽ പോലീസ് പരാജയപ്പെട്ടാൽ സ്വാഭാവികമായിട്ടുള്ള അടുത്ത നിയമ നടപടി എന്താണ്? ഭരണഘടനാപരമായ നടപടി എന്താണ്? പട്ടാളത്തെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെ പട്ടാളത്തെ ഏൽപ്പിക്കണമെന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങൾ തന്നെ രാജ്നാഥ് സിംഗിന് അയച്ച കത്ത് 7 മാസം മുമ്പ് തന്നെ രാജ്നാഥ് സിംഗിന്റെ പക്കലുണ്ടല്ലോ. അത് ഗവർണറെ കൊണ്ട് തന്നെ പറയിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്?
അല്ല, കേരളത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ് ഗവർണറാണല്ലോ. ഇതിൽ നിയമപരമായ കാര്യങ്ങളുണ്ടല്ലോ. BJP പറഞ്ഞാൽ ഉടനെ തന്നെ പട്ടാളത്തെ ഏൽപ്പിക്കാൻ പറ്റുമോ? BJP പറഞ്ഞാൽ ഉടനെ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? ഞങ്ങളുടെ ആവശ്യം കേരളത്തിലെ ഭരണഘടനാപരമായ ഫെഡറൽ തത്വങ്ങൾ ലംഘിച്ചിട്ടില്ല എന്ന് വരുത്തി തീർക്കുക എന്നതാണ് BJPയുടെ ആവശ്യം. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഗവർണർ വഴിയാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ സംസ്ഥാനത്തിന്റെ ഫെഡറൽ തത്വങ്ങളെ ലംഘിച്ചിട്ടില്ല എന്ന രീതിയിൽ കാര്യങ്ങൾ പോകാൻ സാധിക്കും. അഫ്സോ വേണം, കണ്ണൂരിൽ അഫ്സോ വേണം, അവിടെ പട്ടാളം ഭരണം, പട്ടാളമാണ് അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത്. എന്നാലേ കാര്യങ്ങൾ സമാധാനപരമായി അവസാനിക്കുകയുള്ളൂ. അല്ലേ, ഇത് ശോഭാ സുരേന്ദ്രൻ്റെ ഭാഷ അഹങ്കാരത്തിൻ്റെ ഭാഷയാണ്. അധികാരത്തിൻ്റെ ധാർഷ്ട്യം ഉപയോഗിച്ചുകൊണ്ട് ഭരണഘടനാ സ്ഥാപനത്തിൽ ഉപയോഗിക്കുന്ന ഒരു ഗവർണറെ വെടക്കാക്കി തനിക്കാക്കാമെന്നുള്ള ഒരു മിഥ്യാബോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഈ കമൻറ്റ് പാസ്സാക്കിയത്. ശോഭാ സുരേന്ദ്രൻ ഡൽഹിയിൽ വെച്ചാണ് ഇത് പാസ്സാക്കിയത്. ഡൽഹിയിൽ അവർ പങ്കെടുത്ത അതേ യോഗത്തിൽ BJPയുടെ ഔദ്യോഗിക വക്താവ് മീനാക്ഷി ലേഖി ഉണ്ടായിരുന്നല്ലോ. അവരൊരു അക്ഷരം ഇതിനെക്കുറിച്ച് ഗവർണർക്കെതിരായി പറഞ്ഞിട്ടില്ല. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇവിടെ ഗവർണർക്ക് രണ്ട് കാര്യങ്ങളാണുള്ളൂ. ഒന്ന്, അദ്ദേഹം ക്യാബിനറ്റിൻ്റെ ഉപദേശം സ്വീകരിച്ച് പ്രവർത്തിക്കേണ്ട ഒരു ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളാണ്. രണ്ടാമത്, അദ്ദേഹത്തിന് ഡിസ്ക്രീറ്ററി പവറുണ്ട്. ആ പവർ എങ്ങനെ വിനിയോഗിക്കണമെന്നുള്ളത് BJP ആണോ അഡ്വൈസ് ചെയ്യുന്നത്? പിന്നെ ആ പവറിൻ്റെ അർത്ഥം എന്താ? അത് അദ്ദേഹം സ്വയം തീരുമാനിക്കണം. ഇവിടെ BJP നേതാക്കന്മാരുടെ ഭാഷ്യം കേൾക്കുമ്പോൾ വരികൾക്കിടയിൽ വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഇവിടെ കേരളത്തിൻ്റെ ക്രമസമാധാന നില തകർന്നു എന്ന് വരുത്തി തീർത്ത് കേരളത്തിൽ ഭരണഘടനയുടെ 356 ഉപയോഗിക്കണം. അപ്പോൾ 356 എക്സേർട്ട് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായി ഗവർണറുടെ ഒരു റിപ്പോർട്ട് വേണം. ആ ഗവർണറുടെ റിപ്പോർട്ട് കൊടുക്കാൻ ഗവർണറിൽ പ്രഷർ ചെലുത്തുകയാണ് ഇന്ന് BJP. അതുകൊണ്ട് പ്രഷർ ചെലുത്തി ഗവർണറെ കൊണ്ട് റിപ്പോർട്ട് അയപ്പിക്കാമെന്നുള്ള ഒരു ധാരണയാണ് അവർക്കുള്ളതെങ്കിൽ അത് ജനാധിപത്യ വിരുദ്ധമാണ്, അത് ഭരണഘടനാ വിരുദ്ധമാണ്. കാരണം ഒരു ഗവർണർ എന്ന് പറയുമ്പോൾ ഗവർണർ എങ്ങനെയാണ് അവിടുന്ന് അദ്ദേഹത്തിന് സ്വന്തമായ ഒരു മെക്കാനിസം കേരളത്തിലുണ്ടോ? അപ്പോൾ സ്വാഭാവികമായി കേരളത്തിൽ നടക്കുന്ന സംഭവവികാസങ്ങളെക്കുറിച്ച് ഗവൺമെന്റിനോടാണ് റിപ്പോർട്ട് ചോദിക്കുന്നത്. അപ്പം ഗവൺമെന്റിനോട് റിപ്പോർട്ട് ചോദിച്ച ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരിക്കലും ഗവർണർ ഹാസ് നോ ഇൻഡിപെൻഡന്റ് മെക്കാനിസം ഇൻഡിപെൻഡൻ്റായി ഗവർണർക്ക് ഇല്ലാത്തിടത്തോളം കാലം സംസ്ഥാന ഗവൺമെന്റിനെ ആശ്രയിക്കാതെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഒരിക്കലും കേന്ദ്രത്തിന് അയക്കാൻ അദ്ദേഹത്തിനാവില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ ഗവൺമെന്റിനെ പിരിച്ചുവിടാൻ അല്ലെങ്കിൽ കണ്ണൂരിൽ പട്ടാളത്തെ ഇറക്കാൻ ഇന്ന് BJP അനുവർത്തിച്ചു വരുന്ന നയങ്ങൾ BJPക്ക് വളരെ അപകടകരമായ സ്ഥിതിയിലേക്കാണ് അവരെ കൊണ്ടുപോകുന്നത്. കേരളത്തിലെ പൊതുജന സമൂഹം ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കളിച്ച് BJPക്കാർ രാജ്ഭവനിൽ കയറി കളിക്കുകയാണ്. ഇനി BJPയുടെ കേരളത്തിലെ ഒരു നേതാവിനെ പിടിച്ച് രാജ്ഭവനിൽ ഗവർണറാക്കി വെച്ചാലും അദ്ദേഹം ഭരണഘടനയ്ക്ക് വിരുദ്ധമായി എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും? ഇവരുടെ ആജ്ഞാനുവർത്തിയായി എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും? മാത്രമല്ല ചരിത്രമുണ്ടാകാം. ഈ അടുത്ത കാലത്ത് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഗവർണർ BJPയുടെ ചട്ടുകമായി പ്രവർത്തിച്ചതിന്റെ സുപ്രീം കോടതി കിട്ടി. ഇവിടെ ഒരു കാര്യം പറയാം, കേരളത്തിലെ ഗവർണർ ഇവരുദ്ദേശിക്കുന്ന പോലെ ഒരു നാലാം തരം രാഷ്ട്രീയക്കാരനല്ല. അദ്ദേഹം സുപ്രീം കോടതിയുടെ ജഡ്ജിയായിരുന്നു. അദ്ദേഹത്തിന് ഭരണഘടനയെ കുറിച്ച് BJPയേക്കാൾ നല്ല വിവരമുണ്ട്. മാത്രമല്ല ഒരു ഗവൺമെന്റ് ഒരു സംസ്ഥാനത്ത് ക്രമസമാധാനത്തിനെ കുറിച്ച് അദ്ദേഹത്തിന് ഒരു ഫീല് വേണ്ടേ? ആ ഫീലും കോൺഫിഡൻസും കേന്ദ്രത്തിന് കൊടുക്കുക. സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരു വ്യക്തിയെ ഭരണഘടനാപരമായ നടപടികൾ എന്തൊക്കെ എടുക്കണമെന്ന് പഠിപ്പിക്കുകയാണ് BJP. ഒരിക്കലും BJP അല്ല, ഇവിടെ നമ്മുടെ കേന്ദ്ര സർക്കാരുകൾ ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പാർട്ടി ഭരണത്തിലിരുന്നപ്പോഴും ഇപ്പോഴും ഗവർണർമാരെ ദുരുപയോഗം ചെയ്ത നിരവധി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 356 കാര്യം പറഞ്ഞു. 356 ആദ്യം ഉപയോഗിച്ചൊരു സംസ്ഥാനത്താണ് നമ്മൾ ഇരിക്കുന്നത്. 356 ഉപയോഗിച്ച് പിരിച്ചുവിട്ട സംസ്ഥാനത്ത് ഞാനതിൻ്റെ മെറിറ്റിലേക്കല്ല പോകുന്നത്. ഗവർണർമാർ കേന്ദ്ര സർക്കാരിൻ്റെ ചട്ടുകങ്ങളായി പ്രവർത്തിച്ച അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ നേരത്തെ ഉത്തരാഖണ്ഡിൻ്റെ കാര്യം പറഞ്ഞു, ഡൽഹിയിലെ കാര്യം എടുക്കൂ. ഗവർണർ എന്ന് പറയുന്നത് 100% കേന്ദ്ര ഗവൺമെൻറ് പറയുന്നിടത്ത് ഒപ്പിടുന്നതാണ്. എന്തൊരു ഉപദ്രവമാണ് ആ ഗവൺമെൻറ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് അത് ഭരണഘടനാ വിരുദ്ധമാണ്. നേരത്തെ ഉണ്ണിത്താൻ പറഞ്ഞു രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ശ്രീ സദാശിവം ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന നീതിപീഠത്തിലെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഭരണഘടനയുടെ 152 മുതൽ 163 വരെയുള്ള അനുച്ഛേദങ്ങളൊക്കെ അദ്ദേഹത്തിന് ബൈഹാർട്ട് അറിയാം. അദ്ദേഹത്തിന് നന്നായി അറിയാം, അതിൻ്റെ സ്പിരിറ്റ് അറിയാം, ലെറ്റർ അറിയാം. അദ്ദേഹത്തെ ഇത്തരത്തിലൊരു സമ്മർദ്ദത്തിലാഴ്ത്തി നാണം കെടുത്തി രാജിവയ്പ്പിക്കാൻ പറ്റുമെങ്കിൽ രാജിവെച്ച് തങ്ങൾക്ക് പറ്റിയ ഒരാളെ കൊണ്ടുവരിക എന്നുള്ളതാണ്. കണ്ണൂരെ ക്രമസമാധാന നില മെച്ചപ്പെടണം,
അവിടെ സംഘർഷം ഇല്ലാതാവണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. പക്ഷെ അതിന് കഴിയാതിരിക്കുന്നത് രമേശിൻ്റെ പാർട്ടിയും CPM അടക്കമുള്ള ആളുകൾ രാഷ്ട്രീയമായി തീരുമാനിക്കാത്തതുകൊണ്ടാണ്, പട്ടാളമില്ലാത്തതുകൊണ്ടല്ല. രാഷ്ട്രീയമായി തീരുമാനിച്ചാൽ കണ്ണൂരിൽ അക്രമം നിൽക്കും. അതിന് കഴിയാത്ത ആളുകൾ ആണ് ഈ ഭരണഘടനാതീതമായ അല്ലെങ്കിൽ അതിൻ്റെ ലൂപ്പോൾ ഉപയോഗിച്ച് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. ഗവർണർ കശ്മീരിലേക്ക് പോയൊരു സാഹചര്യമാണ് കണ്ണൂരിൽ, കേരളത്തിലെ ഒരു പ്രത്യേക മേഖലയിൽ അതുപോലെ വലിയൊരു സാഹചര്യമാണ് ഉള്ളത് എന്ന് നിങ്ങൾ ആവർത്തിച്ച് പറയുമ്പോൾ ഇവിടുത്തെ ജനം, കേരളത്തിലെ ജനം അതെങ്ങനെ എടുക്കുമെന്ന് കൂടി BJP പരിശോധിക്കേണ്ടതുണ്ട്. ശ്രീ MT രമേശ്. അല്ല, കേരളത്തിലെ ജനത്തിൽപ്പെട്ടതാണല്ലോ ഞങ്ങൾ പിന്നെ വേറെ ആസാമിലെ ജനങ്ങളല്ലല്ലോ, ഞങ്ങൾ കേരളത്തിലെ ജനങ്ങളാണല്ലോ. എൻ്റെ ചോദ്യം രണ്ടാണ്. ഒന്ന്, ഗവർണറുടെ വിമർശിക്കാൻ പാടില്ല എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ പാർട്ടിക്ക് അഭിപ്രായമുണ്ടോ? ഗവർണർ എടുക്കുന്ന നിലപാടുകൾ അത് ഒരു പാർട്ടിക്ക് വിയോജിപ്പെട്ടെങ്കിൽ ആ വിയോജനക്കുറിപ്പ് രേഖപ്പെടുത്താൻ വേണ്ടി പാടില്ല എന്നാണോ കോൺഗ്രസിന്റെ അഭിപ്രായം? ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇതിനു മുമ്പ് ഗവർണറോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞിട്ടില്ല. BJP പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ നിങ്ങളോട് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ശോഭാ സുരേന്ദ്രൻ BJPയുടെ ഭാഗമല്ലേ? ശോഭാ സുരേന്ദ്രൻ ഇന്ന് പറഞ്ഞു. അവർ പറയുന്നത് വൈകാരികമായിട്ടായാലും അങ്ങനെയല്ലെങ്കിലും BJP ശക്തമായ ഡൽഹിയിൽ കേന്ദ്ര നേതാക്കളുടെ മുന്നിൽ വെച്ചാണ് ശോഭാ സുരേന്ദ്രൻ അത് പറഞ്ഞിരിക്കുന്നത്. ഇറങ്ങിപ്പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. പിണറായിയെ ഭയക്കുന്നെങ്കിൽ ഗവർണർ അവിടെ നിന്ന് ആ കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോകണമെന്നുള്ളത്. നിങ്ങൾക്ക് അതിന്മേൽ കടിച്ചുപിടി തൂങ്ങണമെങ്കിൽ നിങ്ങൾ തൂങ്ങിക്കോ. ഞാൻ വളരെ വ്യക്തമായിട്ട് സ്മൃതിയുടെ ആദ്യത്തെ ചോദ്യത്തിന് അതിന് ഉത്തരം പറഞ്ഞു. ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. ഗവർണറെ മാറ്റണമെന്ന് BJP ആവശ്യപ്പെട്ടിട്ടില്ല, നമ്പർ 1. നമ്പർ 2, ഗവർണർ രാജിവെച്ചു പോകണമെന്ന അഭിപ്രായം BJP ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിട്ടില്ല. മറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ അത് വൈകാരികമായ പ്രകടനമായിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പേരിൽ കടിച്ചു പിടിച്ച് തൂങ്ങിയിട്ട് എന്താ കാര്യം? അതേ സമയത്ത് ഗവർണറെ കുറിച്ച് ഞങ്ങൾക്ക് പരാതിയുണ്ട്. ആ പരാതി പറയാൻ പാടില്ല എന്തടിസ്ഥാനമാണ്? ഈ രാജ്യത്തെ എത്ര ഗവർണർമാരെ കുറിച്ച് കോൺഗ്രസിന് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്? രാജ്ഭവനിലേക്ക് തള്ളിക്കറിയിട്ടില്ലേ കോൺഗ്രസ്സുകാർ? ഗവർണറുടെ കോലം കത്തിച്ചിട്ടില്ലേ കോൺഗ്രസ്സുകാർ? ഇതെല്ലാം അങ്ങ് മറന്നുപോയോ? ഈ കേരളത്തിൽ പോലും ഇപ്പോൾ ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ് കാലത്ത് എത്ര പ്രാവശ്യം ശ്രീ MT രമേശ്, കണ്ണൂർ ചൂണ്ടിക്കാട്ടിയാണല്ലോ നിങ്ങൾ ഇങ്ങനെ ആവേശം കൊള്ളുന്നത്. ഇവിടെ ക്രമസമാധാനം കേരളത്തിൽ മൊത്തം തകർന്നു എന്ന് പറയുന്നത് കണ്ണൂർ ചൂണ്ടിക്കാട്ടിയാണല്ലോ. അവിടെ കണ്ണൂരിൽ ക്രമസമാധാനം തകർന്നെങ്കിൽ CPM-ന് ഉത്തരവാദിത്തമുണ്ടെങ്കിൽ തുല്യമായ ഉത്തരവാദിത്തം നിങ്ങൾക്കുമുണ്ട്. ഞങ്ങൾ കേരളത്തിൽ ആകെ ക്രമസമാധാനം തകർന്നു എന്ന് ഗവർണർക്ക് പരാതി കൊടുത്തിട്ടില്ല. ഒന്ന്, കണ്ണൂർ ജില്ലയിലെ സംഘർഷബാധിത പ്രദേശങ്ങളുണ്ട്. ആ സംഘർഷബാധിത പ്രദേശങ്ങളെ അസ്വസ്ഥബാധിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ കേന്ദ്ര നിയമം നടപ്പിലാക്കണം എന്നാണ് ഞങ്ങൾ ഗവർണർ ആവശ്യപ്പെട്ടത്. എന്തുകൊണ്ടാണ്? ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പറഞ്ഞല്ലോ തുല്യ ഉത്തരവാദിത്തമുണ്ടെന്ന്. കണ്ണൂരിൽ നിരന്തരമായ സംഘർഷം ഉണ്ടായിരുന്നു, ഞാൻ നിഷേധിക്കുന്നില്ല. ആ സംഘർഷം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ അവസാനിപ്പിച്ചു. മുഖ്യമന്ത്രി നേരിട്ട് വന്ന് സർവകക്ഷി യോഗം നടത്തി സമാധാനം ഉണ്ടാകുമെന്ന് പറഞ്ഞു. പിന്നെ സമാധാനം എങ്ങനെ ലംഘിക്കപ്പെടുന്നു? 1-2 സംഭവങ്ങളില്ല. നമ്മളിവിടെ 2 കൊലപാതകത്തെക്കുറിച്ച് മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ. മുഖ്യമന്ത്രിക്കറിയാം, ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് രേഖാമൂലം എഴുതി കൊടുത്തിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ആ സംഭവത്തിൽ CPM മാത്രമല്ല പ്രതികൾ, പോലീസാണ്. ഇന്നലെ കൊല്ലപ്പെട്ട ബിജു അടക്കം ബിജുവിന്റെ യാത്ര CPM നേതാക്കന്മാർക്ക് ചോർത്തിക്കൊടുത്തത് പോലീസിലെ സൈബർ സെല്ലാണെന്ന് ഞങ്ങൾക്ക് ആക്ഷേപമുണ്ട്. ഞാൻ വെറുതെ പറയുന്നില്ല, ഞാൻ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെ പറയുന്നു. ഞങ്ങൾക്ക് ആക്ഷേപമുണ്ട്. ഇല്ലെങ്കിൽ ബിജുവിന്റെ യാത്ര CPM-കാർക്ക് മനസ്സിലാകില്ലായിരുന്നു. അപ്പം പോലീസിലെ ഒരു വിഭാഗവും CPM-ഉം ചേർത്തുകൊണ്ട് ഞങ്ങളെ പ്രവർത്തകന്മാരെ വേട്ടയാടുമ്പോൾ ഞങ്ങൾ എവിടെ ആശ്രയിക്കേണ്ടത്? അതാണ് ഞങ്ങൾ പരാതി പറഞ്ഞത്. 7 പേരാണ് ഇതിന് പിന്നിലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ CPM പ്രവർത്തകരുണ്ടെങ്കിൽ അവർക്കെതിരെ കൃത്യമായ നടപടിയെടുക്കുമെന്ന് CPM നേതൃത്വം പറയുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കാര്യത്തിൽ കണ്ണൂരിലെ പ്രശ്നങ്ങളിൽ വെല്ലുവിളിയൊക്കെ നിങ്ങളുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് താങ്കളടക്കമുള്ള നേതാക്കൾ പറഞ്ഞിട്ടുണ്ട്. കെ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട് എന്ന്. ഇത്തരത്തിലുള്ള വെല്ലുവിളികൾ കണ്ണൂർ കേന്ദ്രീകരിച്ച് നിങ്ങളും നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കൈകഴുകിക്കൊണ്ട് അവിടെ CPM ആണ് മുഴുവൻ സംഘർഷങ്ങൾക്കും കാരണം എന്ന രീതിയിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കില്ല. ശ്രീ MT രമേശ്. സ്മൃതി, നിങ്ങൾ വസ്തുതകളിലേക്ക് വാ. മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഉഭയകക്ഷി ചർച്ച വിളിച്ചുകൂട്ടിയ ദിവസം ഓർമ്മയുണ്ടോ സ്മൃതിക്ക്?
തൃശ്ശൂരിൽ ഞങ്ങളുടെ ഒരു പ്രവർത്തകന്റെ ഡെഡ് ബോഡി മോർച്ചറിയിൽ കിടക്കുമ്പോഴാണ് അത് കണ്ടുകൊണ്ടാണ് ഞങ്ങളുടെ നേതാക്കന്മാർ മുഖ്യമന്ത്രിയുടെ മുമ്പിൽ ചർച്ചയ്ക്കിരുന്നത്. ഞങ്ങൾക്ക് വേണമെങ്കിൽ ചർച്ച വേണ്ടാന്ന് വെക്കാമായിരുന്നു. ഒരു പ്രവർത്തകന്റെ മൃതദേഹത്തിന്റെ ചൂടാറും മുമ്പ് ഒരു ചർച്ചയ്ക്ക് പോകാൻ ഞങ്ങളുടെ നേതാക്കന്മാർ തയ്യാറായത് സമാധാനം വേണമെന്നുള്ള ആഗ്രഹം കൊണ്ടാ. ആ ചർച്ച കഴിഞ്ഞു. മുഖ്യമന്ത്രി ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു. മുഖ്യമന്ത്രി അതിനോട് പോസിറ്റീവായി പ്രതികരിച്ചു. സമാധാനം ഉണ്ടാകണം പറഞ്ഞു.